നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥ മേഘയുടെ ആത്മഹത്യയ്ക്ക് പിന്നാലെ ഒളിവിൽ പോയ സഹപ്രവർത്തകൻ സുഗാന്ത് ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. സുഗാന്ത് സുരേഷിന്റെ വീട്ടിൽ ഇപ്പോഴുള്ളത് പട്ടിണിയിലായ വളർത്തുമൃഗങ്ങൾ മാത്രമാണ്. ആത്മഹത്യാ വാർത്ത പുറത്തു വന്നതിനു ശേഷം സുഗാന്തും മാതാപിതാക്കളും എവിടെയാണെന്ന് വ്യക്തമല്ല. എടപ്പാളിന് സമീപം ശുഗപുരത്തെ പെട്രോൾ പമ്പിനടുത്താണ് സുഗാന്ത് സുരേഷിന്റെ വീട്. മേഘയുടെ ആത്മഹത്യയ്ക്ക് പിന്നാലെ സുഗാന്തിന്റെ വിശാലമായ പുരയിടത്തിലേക്കുള്ള ഗേറ്റ് പൂട്ടിയ നിലയിലാണ്. ആത്മഹത്യാ വാർത്തയ്ക്ക് ശേഷം ഗേറ്റ് തുറന്നിട്ടില്ലെന്ന് അയൽവാസികൾ പറഞ്ഞു. അയൽവാസികളുമായി കാര്യമായ അടുപ്പമോ സൗഹൃദമോ അവർ പുലർത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ എവിടേക്കാവാം ഇവർ പോയിട്ടുണ്ടാവുക എന്നതിനെക്കുറിച്ച് ആർക്കും ധാരണകളൊന്നുമില്ല. സുഗാന്തിന്റെ പിതാവ് ഏറെക്കാലം വിദേശത്തായിരുന്നു. അമ്മ ടീച്ചറായിരുന്നു. ഇവരുടെ ഏക മകനാണ് സുഗാന്ത്. മികച്ച സാമ്പത്തിക നിലയിലുള്ള കുടുംബത്തിന് വിവിധയിടങ്ങളിലായി ഭൂമിയും മറ്റും സ്വന്തമായുണ്ടെന്ന് അയൽവാസികൾ പറയുന്നു. സുഗാന്തിന്റെ പിതാവ് ഇടക്കാലത്ത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും നടത്തിയിരുന്നു. വീട്ടുവളപ്പിൽ നിന്ന് പശുക്കളുടെ വലിയ കരച്ചിൽ കേട്ട് അവയ്ക്ക് തീറ്റ കൊടുക്കാൻ അയൽവാസികൾ ശ്രമിച്ചെങ്കിലും മതിലിനുള്ളിൽ കയറാൻ കഴിഞ്ഞില്ല. തൊഴുത്തിൽ 8 പശുക്കൾ, റോഡ് വീലർ ഇനത്തിൽപ്പെട്ട വളർത്തുനായ, ഒരു ചെറിയ കൂട് നിറയെ കോഴികൾ എന്നിവ വീട്ടുവളപ്പിലുണ്ട്. പുരയിടത്തിന്റെ അതിരിലെ ഇടുക്കുവഴിയിലൂടെ കടന്നുകയറി അയൽവാസികളായ അലി, ഇബ്രാഹിം, ഷാഫി തുടങ്ങിയവർ പശുക്കൾക്ക് വൈക്കോലും വെള്ളവും നായയ്ക്ക് ചോറും മറ്റും നൽകി. എന്നാൽ പോലീസ് എത്തി വീട്ടുകാരെക്കുറിച്ച് അന്വേഷിച്ചതോടെ അയൽവാസികൾ ആശങ്കയിലായി. വലിയ അടുപ്പമൊന്നുമില്ലാത്ത കുടുംബത്തെക്കുറിച്ച് ഒന്നും പറയാൻ അയൽവാസികൾക്ക് കഴിഞ്ഞില്ല. ഭക്ഷണവും വെള്ളവും കിട്ടാതെ വളർത്തുമൃഗങ്ങൾ ചത്തൊടുങ്ങുമെന്ന ആശങ്കയായതോടെയാണ് ഗ്രാമപഞ്ചായത്ത് അംഗം ES സുകുമാരനെ നാട്ടുകാർ വിവരമറിയിക്കുകയും അദ്ദേഹം എത്തി നായ്ക്കൾക്ക് തീറ്റയും പശുക്കൾക്ക് കാലിത്തീറ്റയും മറ്റും സാധനങ്ങളും വാങ്ങി നൽകുകയും ചെയ്തു. അപ്പോഴും സുഗാന്തും കുടുംബവും എവിടെയെന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയായി തുടരുകയാണ്.